ഒരു എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പം നമ്മൾ യുകെയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ 15 തൊട്ട് അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഫീസ്. ഓക്കെ. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് കുട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ വിചാരം ആ ഒരു കോഴ്സിനാണ് ആ ഫീ എന്നാണ്. ഓക്കെ. ആ കോഴ്സിനല്ല ഫീ. കോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 8 lakhs കാണത്തുള്ളൂ. ഇവർക്ക് പ്ലേസ്മെന്റ്സ് ഇൻബിൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഇൻബിൽട്ട് ആയിരിക്കും, അല്ലെന്നാണെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ CV പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, എങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതിനുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അവര്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് അവർക്കറിയില്ല. അവിടെയാണ് ഇന്റർനാഷണൽ ടീമുമായിട്ട് നമ്മൾ ബന്ധം വെക്കണമെന്ന് പറയാം. എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇന്റർനാഷണൽ ടീം ഉണ്ട്. അതൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു വെൽ ഡെവലപ്ഡ് ആയിട്ട് ആൾക്കാരുണ്ട് അതിനകത്ത്. അതെ, ആ ഒരു കരിയർ ഗൈഡൻസ് ആയാലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അത് തിരുത്തി കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷെ അതും കൂടെ ഇൻബിൽട്ട് ആണ് നമ്മുടെ ഈ ഫീസിനാണ്. അതെ, അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാവരും നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫീസ് പോയി പഠിക്കണോ? നേരെ ഫീസ് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഫീസിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻബിൽട്ട് ആണ്.